യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല പ്രയത്നമറിഞ്ഞാലും. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6ലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമീ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ, നാവു കൂടാതെ ജന്മമതാകയോ, നമുക്കിനി വിനാശമില്ലായകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതെ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാധവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10-12 ഉണ്ണിയായിട്ടും പോയി. തന്നെ താൻ അഭിമാനിച്ചു പിന്നിടം തന്നെ താനറിയാതെ കഴിയുന്നു. എത്ര കാലമിരിക്കുമിന്നിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകുമതെന്നേ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം.